പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ പാഠം. ഫിസിക്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം നമ്മൾ ടേമുകൾ മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്സ് പഠിക്കാൻ കഴിയുള്ളൂ. എല്ലാ ടേമുകളും ശരിക്കും പഠിക്കണം, അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ഫിസിക്സ് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഒരുപാട് പുതിയ വാക്കുകൾ ഇങ്ങനെ കയറി വരും ഫിസിക്സിൽ. ഞാൻ കൂടുതൽ വിശദീകരണത്തൊന്നും പോണില്ല. ഇന്നത്തെ പ്രത്യേക സാഹചര്യം കാരണം നമുക്ക് നമ്മളുടെ ക്ലാസ് ഇന്ന് തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഏതാണെന്നുള്ളതൊക്കെ കുട്ടികൾക്ക് അറിയുണ്ടാവും. നമ്മളുടെ ക്ലാസ് ഇന്ന് തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ട ക്ലാസ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓൺലൈൻ സെക്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. മാത്രമല്ല, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പെരുന്നാളിന്റെ ലീവുകൾ ആയിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു പോകരുതേ എന്നുള്ള നിലക്കാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ സെക്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ശരിക്കും ശ്രദ്ധിക്കുക. ഫിസിക്സ് ഞാനിത് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അടുത്ത ഭാഗം എടുക്കണമെങ്കിൽ മുന്നത്ത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒന്ന് പറയാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ളതാണ് പാഠത്തിന്റെ പേര്. നമ്മളുടെ പാഠഭാഗം ആരംഭിക്കുന്നത് ഒരു ചെറിയ സ്റ്റോറി പോലെ, സ്റ്റോറി അല്ല, രണ്ട് ഡയലോഗും തുടങ്ങിയിട്ടാണ്. അതായത് അമ്മയും അതുപോലെ തന്നെ മകളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ മകള് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. റോഡിന്റെ ദൂരഭാഗത്ത് അതാ വെള്ളം കെട്ടി നിൽക്കുന്നു. അപ്പൊ മകള് പറയാണ് അമ്മയോട്, അമ്മയെ സൂക്ഷിച്ചു പോണം, റോഡിൽ വെള്ളമുണ്ട്. അപ്പൊ അമ്മ തിരിച്ചു പറയാണത് എന്തല്ല, വെള്ളം അല്ല. എവിടുന്നാണ് ഈ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവുന്നത്? മഴക്കാലത്തല്ലേ റോഡിൽ വെള്ളം ഉണ്ടാവുക? പിന്നെ എന്തായിരിക്കും അത് എന്താണ് എന്നുള്ളത് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുക. എന്തുകൊണ്ടാണ് അങ്ങനെ വെള്ളം ഇല്ലെങ്കിലും ശക്തമായ വേനൽക്കാലത്തും അവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് പോലെ തോന്നിയത് എന്നുള്ളതൊക്കെ നമ്മൾ എന്താവും ഈ ഒരു ചാപ്റ്ററിന്റെ അവസാന ഭാഗം എത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ടേമുകൾ ഇങ്ങനെ കടന്നു വരും, പുതിയ പുതിയ വാക്കുകൾ. അത് നമ്മൾ ശരിക്ക് തലയിൽ ഇങ്ങനെ കയറ്റി വെക്കണം. അപ്പോഴേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് തുടങ്ങുന്നത്. എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ പറയണ്ട, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. ഒരു ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ വെള്ളം നിറക്കുന്നു. അതിനുശേഷം അതിലേക്ക് ഒരു സ്ട്രോ ഇടുന്നു. അങ്ങനെ സ്ട്രോ ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചെരിച്ചിങ്ങനെ ഇടണം കേട്ടോ, ചെരിച്ചിട്ട് തന്നെ ഇടണം. അങ്ങനെ ചെരിച്ചിടുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ച് ദൂരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒടിഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാ പറയുന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം എന്നാണ് ചോദ്യം. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു പരീക്ഷണം. ഒരു ഗ്ലാസിന്റെ ഒരു പാത്രം എടുക്കുന്നുണ്ട്, അതിൽ നിറച്ച് വെള്ളം നിറക്കുന്നുണ്ട്. ഫുൾ ആക്കണില്ല, കുറച്ച് ഭാഗം മേലെ ഇങ്ങനെ ഒഴിച്ചു വിടുന്നുണ്ട്. അതിന്റെ മേൽഭാഗത്ത് പുക നിറക്കുന്നുണ്ട്. പുക പോവാത്ത രൂപത്തിൽ അത് അടച്ചു വെക്കണുണ്ട്. അതിനുശേഷം ഒരു പുക നിറക്കണത് എന്തിനാന്ന് വെച്ചാൽ ലൈറ്റ് അടിക്കുന്ന സമയത്ത് അത് കാണാൻ വേണ്ടിയിട്ടാണ്. വായുവിൽ അടിക്കുന്ന സമയത്ത് ലേസറിൻ്റെത് അത് എവിടെയാണോ തട്ടുന്നത് അവിടെ ഒരു പോയിന്റ് ഇങ്ങനെ കാണലുള്ളൂ ചെയ്യല്ല. അത് ആ ലൈറ്റ് പോണത് കാണൂലല്ലോ. അപ്പൊ ആ ലൈറ്റ് പോണത് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യണത്, ഇവിടെ പുക ഇങ്ങനെ നിറച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടേക്ക് എന്താവാണ്, ലൈറ്റ് അടിക്കുകയാണ്. ആ സമയത്ത് ഇതാ ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് നേരെ വെള്ളത്തിന്റെ അവിടെ എത്തുമ്പോൾ അത് എന്താവുന്നുണ്ട്, തിരിച്ച് ഒരു ചെറിയൊരു ചെരിവ് അവിടെയും കണ്ടോ, ഇവിടെ ഒരു ചെരിവ്. ലൈറ്റ് ശരിക്കും നോക്കിയേക്കാം. ഈ ലൈറ്റ് ശരിക്കും ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകേണ്ട ലൈറ്റാ. പക്ഷെ ആ ലൈറ്റ് ഉണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടല്ലേ ഉപയോഗിക്കണത്. എന്തുകൊണ്ടാണ് ആ ലൈറ്റിന്റെ ആ രശ്മിക്ക് അങ്ങനെ ഒരു ചെരിവ് വന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്താവണത് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോണത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചെരിവ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ പഠിക്കും നമ്മൾ. നോക്കിക്കട്ടോ, ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട്, പുതിയ വാക്കുകൾ പഠിക്കാണ്ട്. ലൈറ്റിന്, പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം എന്നറിയും? പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു പാത ആവശ്യമാണ്, ഒരു മാധ്യമം എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അതായത് മീഡിയം എന്ന് പറയും, അല്ലെങ്കിൽ മാധ്യമം എന്ന് മലയാളത്തിൽ പറയും. ലൈറ്റ് വെറുതെ സഞ്ചരിക്കണില്ല. ലൈറ്റ് സഞ്ചരിക്കണമെങ്കിൽ ഒക്കെ എന്ത് വേണം? അതിനൊരു മാധ്യമം വേണം. ആ മാധ്യമത്തിലൂടെയാണ് പ്രകാശം സഞ്ചരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഉദാഹരണം, ഇവിടെ നമ്മൾ വായു ആണ് എന്താക്കി എടുക്കുന്നത്, ഇവിടുത്തെ ഒരു മീഡിയം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ വായുവിൽ നിന്ന് അത് നേരെ വന്ന് മറ്റൊരു മീഡിയം, മറ്റൊരു മാധ്യമമാകുന്ന വെള്ളത്തിലേക്ക് അത് ഇറങ്ങിച്ചെല്ലും. വെള്ളത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കും. ഇവിടെ ആ ഒരു വാക്കാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, മാധ്യമം എന്ന് പറയാം. എന്താണ് മാധ്യമം എന്ന് പറഞ്ഞാല്? ലൈറ്റിന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വഴി, അതാണ് മാധ്യമം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ ടോർച്ച് എടുക്കുകയാണെങ്കിൽ ആ ടോർച്ചിന്റെ പ്രകാശം നേരെ പോണത് ഏത് കൂടിയാണ്? വായു കൂടിയാണ്. അപ്പൊ വായു എന്ന് പറയുന്നത് എന്താണ്? പ്രകാശത്തിന് സഞ്ചരിക്കാനുള്ള ഒരു വഴിയാണ്. ഇനി നമ്മൾ വഴി എന്നല്ല പറയുക, പാത്ത് വേ എന്നൊന്നല്ല പറയുക. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മീഡിയം. അപ്പോൾ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കുക, പ്രകാശം സഞ്ചരിക്കുന്ന പാതക്ക് വിളിക്കുന്ന പേരാണ് മീഡിയം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കിതാ അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പ്രകാശം ഡയറക്റ്റ് നേരെ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് അടിക്കുകയാണെങ്കിൽ, അതായത് നേരെ കുത്തൻ അടിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നില്ല, ഈ ചെരിവ് വരുന്നില്ല. ഉണ്ടോ?
നേരത്തെ എന്താ പറഞ്ഞത്? നേരത്തെ ചിത്രം നമ്മൾ നോക്കി നോക്കട്ടോ. ഇവിടെ എന്ത് സംഭവിച്ചു? ആദ്യം ഈ പ്രകാശത്തിന്റെ രശ്മി ഇതാ ഇങ്ങനെ വരുന്നു. അത് ആദ്യം എന്താണ്? ഒരു മീഡിയം M1 എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വായു എന്ന് പറഞ്ഞ ഒരു മീഡിയത്തിലൂടെ അതിങ്ങനെ പാസ് ചെയ്യാണ്, മാധ്യമത്തിലൂടെ. രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് അത് എത്തിയപ്പോ ശരിക്കും അത് ഇങ്ങനെ പോകേണ്ടതാ. പക്ഷെ അതിനെന്ത് വന്നു? ഒരു ചെറിയ ഡീവിയേഷൻ വന്നല്ലോ, ഒരു ബെൻഡ്, ഒരു വളവ് വന്നല്ലോ. ആ വളവ് വന്നത് എന്തുകൊണ്ടാണ്? ആദ്യം ഉണ്ടായിരുന്ന ഒരു മീഡിയത്തിൽ നിന്ന് രണ്ടാമത്തെ ഒരു മീഡിയത്തിലേക്ക്, അല്ലെ, ആദ്യത്തെ മാധ്യമമാകുന്ന വായുവിൽ നിന്ന് രണ്ടാമത്തെ മാധ്യമമാകുന്ന ജലത്തിലേക്ക് അത് പാസ് ചെയ്തത് കാരണമാണ് അതിന് എന്ത് സംഭവിച്ചത്? അങ്ങനെ ഒരു ചെരിവ് വന്നത് എന്നുള്ളത്. പക്ഷെ അവിടെ മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഈ പ്രകാശത്തിന്റെ രശ്മി എങ്ങനെയാണ് പതിച്ചത്? ലേറ്ററെ എങ്ങനെയാണ് വന്നിട്ട്? ചെരിഞ്ഞിട്ടല്ലേ, അല്ലാതെ കറക്റ്റ് കുത്തനല്ലല്ലോ ടോർച്ച് അടിച്ചത്. ലേസർ കൊണ്ട് അടിച്ചത് കറക്റ്റ് കുത്തനല്ലല്ലോ. ഇവിടെ എങ്ങനെ വന്നിക്കണത്? ചെരിഞ്ഞിട്ടാ വന്നിക്കണത്. അങ്ങനെ ചെരിഞ്ഞു വന്നത് കാരണം ആണ് ഇതിനെന്തുണ്ടാവണത്? ഈ പറയപ്പെടുന്ന ആ ഒരു ഡീവിയേഷൻ ഉണ്ടാവണത് എന്നുള്ളതാ പറഞ്ഞത്. ഇവിടെ മറ്റൊരു ചിത്രത്തിൽ അത് പറയുന്നുണ്ട്. ഇവിടെ നോക്കിയേക്കാം, ഡയറക്റ്റ് നേരെ മേലെന്നാ ലൈറ്റ് അടിച്ചു. ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞോ? ഇങ്ങോട്ട് ചെരിഞ്ഞു വന്നോ? ഇല്ല, ചെരിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് ചെരിഞ്ഞോ? എങ്ങോട്ടും ചെരിഞ്ഞിട്ടില്ല. അതെന്താ കാരണം? ഇവിടുന്ന് ചെരിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവണം? ലൈറ്റ് അടിക്കുമ്പോൾ എങ്ങനെ അടിക്കണം? കുത്തനെ അടിക്കരുത്. എങ്ങനെ അടിക്കണം എന്നാ പറയണത്? ചെരിച്ചിട്ട്. ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ചിട്ടാണ് പഠിച്ചിരിക്കണത് എങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഡീവിയേഷൻ, അതായത് ശരിക്കും ഇങ്ങനെ പോകേണ്ടതാണ്, പക്ഷെ അതെന്താവും? ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് ചെരിയും എന്നുള്ളതാണ്. ഇവിടെയും അതേപോലെ തന്നെ. ഇപ്പൊ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് അടിച്ചിക്കണമെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ വിചാരിക്കുക അത് ഇങ്ങനെ പോകും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പോകില്ല, കുറച്ചൊന്നും ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് ഇത് കൂടെ ആയിരിക്കും പോവുക എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പോകണത്? പോകും എന്നുള്ളത് മനസ്സിലായി. അതായത് ഒരു മാധ്യമത്തിലൂടെ ലൈറ്റ് ഇങ്ങനെ പോയി മറ്റൊരു മാധ്യമത്തിലേക്ക്, ഉദാഹരണം വായുവിലൂടെ, അതിങ്ങനെ വായു, എയർ എന്ന് പറയുന്ന മീഡിയത്തിലൂടെ അതിങ്ങനെ പോയി മറ്റൊരു മീഡിയത്തിലേക്ക്, ജലമാകുന്ന, വാട്ടർ ആകുന്ന മറ്റൊരു മീഡിയത്തിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അതിന് എന്ത് വരും? ഒരു ചെറിയ എങ്ങനെ പോകുന്ന സാധനം ഒന്ന് ചെറുതായിട്ട് ചെരിഞ്ഞിട്ടായിരിക്കും പിന്നെ പോവുക എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. അതിന്റെ മുമ്പ് ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ സംഭവം എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയാൽ നമുക്ക് ഒരു മാധ്യമം, ഞാനിതാ ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ, അല്ലെ, ഒരു മാധ്യമത്തിലൂടെ പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഉദാഹരണം വായു, അതിൽ കൂടി പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ പ്രകാശപാത നേർരേഖയിലായിരിക്കും, ശരിയല്ലേ? ഇപ്പൊ ഞാനിതാ, ഇത് വായു, ഇവിടെ ഫുള്ള് വായു ആന്നിരുന്നിക്കോ. ഞാൻ ഇവിടുന്ന് ടോർച്ച് ഇങ്ങനെ അടിച്ചാല് ആ ടോർച്ചിന്റെ പ്രകാശം നേരെ പോവല്ലേ ചെയ്യുക, അല്ലാതെ ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞിട്ടൊന്നും പോവില്ലല്ലോ. ഇല്ല, പോവില്ല, നേരെ പോവാ. അപ്പൊ ആ ഒരു കാര്യം എന്താവുക? ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എന്താ പറഞ്ഞത്? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ പറയാം? വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ എ സിംഗിൾ മീഡിയം. ഒരൊറ്റ മീഡിയത്തിലൂടെ ലൈറ്റ് ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ, ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, യാത്ര ചെയ്യുകയാണെങ്കിൽ, ദ പാത്ത് ഓഫ് ലൈറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. അതിന്റെ പാത്ത് എങ്ങനെയായിരിക്കും? ലൈറ്റിന്റെ പാത എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. വളവോ ചെരിവോ ഒന്നും ഉണ്ടാവില്ല. ശേഷം അടുത്ത എന്താ സംഭവിക്കണത് നോക്കട്ടോ. അടുത്ത ലൈന് എങ്ങനെ അർത്ഥം വെക്കാന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. അത് ഞാൻ മലയാളം പറഞ്ഞുതരാം. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ, അവിടെ ഈ വാക്ക് അണ്ടർലൈൻ ചെയ്യണം. പ്രകാശരശ്മി ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ, കണ്ടോ, ഇവിടെ പ്രകാശരശ്മി ചെരിഞ്ഞിട്ടാണ് പ്രവേശിക്കുന്നത്, അത് മനസ്സിലാക്കുക. അപ്പൊ പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന്, ഇതാണ് ഒരു മാധ്യമം, അതിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച്. എന്താ മാധ്യമങ്ങളുടെ വിഭജന തലം എന്നൊക്കെ പറഞ്ഞാൽ? എന്താ മാധ്യമങ്ങളുടെ വിഭജന തലം? വളരെ എളുപ്പമാണ്. അതൊന്നും അറിയാത്ത ആൾക്കാരും ഉണ്ടാകരുത്. ഇതാണല്ലോ ഒരു മാധ്യമം, ഇതാണല്ലോ മറ്റൊരു മീഡിയം. ഇതിന്റെ രണ്ടിന്റെയും വിഭജന തലം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും വിഭജിക്കുന്ന ഭാഗം, കൂട്ടിമുട്ടുന്ന ഭാഗം, ആ ഭാഗമാണിത്. ആ വിഭജന തലത്തിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. എന്താ പറഞ്ഞത്? ദിശാവ്യതിയാനം. ആ ചെരിവ്, വളവ് എന്നൊക്കെ പറയുന്ന ആ വാക്കിനെ എന്താ വിളിക്കുക? നമ്മള് ദിശാവ്യതിയാനം എന്നാ വിളിക്കുക. അപ്പൊ നോക്കട്ടോ, ഒരു ലൈറ്റ് ഇതാ ഇങ്ങനെ വരുന്നു. ആ ലൈറ്റ് ശരിക്ക് മറ്റൊരു മീഡിയത്തിലൂടെ പാസ് ചെയ്യും. നമ്മളൊക്കെ വിചാരിച്ചത് ഇങ്ങനെ പോകുന്ന, പക്ഷെ അങ്ങനെയല്ല പോയത്. ഇവിടുന്ന് ചെറിയൊരു വളവ് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വളയും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഓക്കെ ആണോ? ഞാൻ എന്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കിക്കട്ടോ. A ray of light undergoes a deviation at the surface of separation when it enters obliquely from one medium to another. ശ്രദ്ധിക്കുക, a ray of light, പ്രകാശത്തിന്റെ ഒരു രശ്മി, undergoes a deviation, ഒരു ഡീവിയേഷന് വിധേയമാകും. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ചെരിയും. പ്രകാശത്തിന്റെ രശ്മി ഇങ്ങനെ വരുന്നത് ഒന്ന് ചെരിയും. എപ്പോ? അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. എവിടെ വെച്ചിട്ട്? ഇതാ ഈ സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ. സെപ്പറേറ്റ് ആകുന്ന ആ സർഫസ് എന്നാണ് അതിനെ വിളിക്കുക.
അവിടെ വെച്ചിട്ട് നമ്മളുടെ ഈ ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കുന്ന പറഞ്ഞ ഒരു ഡീവിയേഷൻ സംഭവിക്കും എന്നാ പറയുന്നത്. എപ്പോ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി, അവിടെ ഒബ്ലിക്വലി എന്ന് പറയുന്നതാണ് ചെരിഞ്ഞു പ്രവേശിക്കുമ്പോൾ, പ്രത്യേകം നോട്ട് ചെയ്യുക, ചെരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ ഡീവിയേഷൻ ഇങ്ങനെ പോണ സംഭവം ഒന്നുകൂടി ചെരിഞ്ഞിട്ട് പോവുള്ളൂ, ചെരിഞ്ഞിട്ട് തന്നെ പതിക്കണം. ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? ഒരു മീഡിയത്തിൽ നിന്ന്, ഫ്രം വൺ മീഡിയം ടു അനദർ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് അത് പോകുമ്പോൾ അതിനൊരു ചെരിവ്, ഡീവിയേഷൻ സംഭവിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ കേട്ടോ, ഇപ്പൊ ഉത്തരം നമ്മൾ ആകെ ഇപ്പൊ പഠിച്ചത് എന്തുള്ളൂ അറിയോ? ഇതൊരു മീഡിയം, ഇവിടെ ജലാണ് താഴ്ഭാഗത്ത്, മേലെ മറ്റൊരു മാധ്യമമുണ്ട്, അതിൽ ഫുള്ളുള്ളത് എന്താണ്? അതിൽ ഫുൾ എന്താ ഉള്ളത്? വായുവാണ്. ഇനി ഇതാ ഒരു പ്രകാശരശ്മി നേരെ ഇങ്ങനെ വന്നു. ആ പ്രകാശരശ്മി ശരിക്കും ഇങ്ങനെ കടന്നു പോകേണ്ടതാ, പക്ഷെ അങ്ങനെ അത് എന്താവൂല, പോവൂല എന്നാ പറയുന്നത്. പിന്നെ എങ്ങനെ പോവാ? ചെറുതായിട്ട് ഇങ്ങോട്ടൊരു വളവ് ഉണ്ടാവും എന്നുള്ളതാ. ഇങ്ങനെ പോകേണ്ട സാധനം എന്തായി, ചെറുതായിട്ട് ഇപ്പുറത്തേക്കൊരു വളവ്, ആ വളവ് കൊടുക്കനെയാണ് പോയത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്തുകൊണ്ടാണ് പ്രകാശം ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിനിങ്ങനെ ഒരു വളവ് ഉണ്ടാവാൻ, ഒരു ചെരിവ് ഉണ്ടാവാൻ, ദിശാവ്യതിയാനം ഉണ്ടാവാൻ എന്താണ് കാരണം എന്നുള്ളതാണ് പറയുന്നത്. വളരെ എളുപ്പമാണ്. ഇവിടെ അത് പോകുന്നത് ഏത് കൂടിയാണ്? വായു എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെ അല്ലേ? ആണോ അല്ലേ? വായു എന്ന് പറയുന്ന, എയർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെയാണ് പാസ് ചെയ്യണത്. വായു എന്ന് പറയുന്ന മീഡിയത്തില് ലൈറ്റിന് സഞ്ചരിക്കാൻ ഒരു സ്പീഡ് ഉണ്ടാവൂലേ? ഉണ്ടാവും. ആ സ്പീഡ് ആവൂല മറ്റൊരു മാധ്യമത്തിൽ ഉണ്ടാവുക. മനസ്സിലാക്കുക, ഇത് ഒരു മീഡിയം, ഇത് മറ്റൊരു മീഡിയം. ലൈറ്റ് ഈ മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്ന അതേ വേഗതയിൽ മറ്റൊരു മീഡിയത്തിലൂടെ, ജലമാകുന്ന മറ്റൊരു മാധ്യമത്തിലൂടെ ലൈറ്റിന് എന്താകാൻ കഴിയില്ല, സഞ്ചരിക്കാൻ കഴിയില്ല. അപ്പോ ഒരു മീഡിയത്തിൽ ഒരു സ്പീഡ്, ആ സ്പീഡിൽ ഇങ്ങനെ പോവുക. അപ്പൊ വായു കൂടി നമ്മളുടെ പ്രകാശരശ്മി ഇങ്ങനെ പോവാണ്. പെട്ടെന്നാണ് ആ പ്രകാശരശ്മി എന്തൊക്കെ പോണത്, ജലത്തേക്ക് പോണത്. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ആ സ്പീഡ് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ സ്പീഡ് എന്താകേണ്ടതുണ്ട്, ആ ലൈറ്റിൻ്റെത് മാറ്റേണ്ടതുണ്ട്. കാരണം രണ്ടിലും ഒരേ സ്പീഡിൽ പോവാൻ കഴിയൂല. അങ്ങനെ വരുന്ന സ്പീഡ് കാരണമാണ് ലൈറ്റിന് ഓരോ മീഡിയത്തിലും ഓരോ വ്യത്യസ്ത സ്പീഡുകൾ കാരണം അത് അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അത് കാരണമാണ് ഈ ഒരു ഡീവിയേഷൻ, ഈ ഒരു വ്യതിയാനം ഉണ്ടാകുന്നത് എന്നുള്ളതും പഠിക്കുക. ഇനി ഇതിന്റെ സ്പീഡുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ പറയാതിരുന്നതും ഇതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിർബന്ധമായിട്ടും ആവശ്യമുള്ള സാധനവും ഇത് തന്നെയാണ്. ഇന്ന് എടുക്കാൻ വിചാരിച്ചിരുന്ന ക്ലാസ്സിൽ എന്താ നോക്കട്ടോ, വായു എന്ന് പറഞ്ഞാൽ എയർ. ഇപ്പൊ നമ്മൾ ഇവിടെ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശത്തിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 3 × 10⁸ മീറ്റർ, അത്രയും ദൂരം അതിന് സഞ്ചരിക്കാൻ. നമുക്ക് കിലോമീറ്ററിന്റെ കണക്കിൽ പറയുകയാണെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ ദൂരം ഒരൊറ്റ സെക്കൻഡിൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ കഴിയുമെന്നാ പറയാം. എന്നാൽ ജലത്തിലോ, വെള്ളത്തിൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടുന്നത് ആലോചിച്ചാൽ മതി, നമ്മൾ ഓടുന്നത് തന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ ഈ വായു വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കാൻ കഴിയും, നല്ല സ്പീഡിൽ ഓടാൻ കഴിയും. എന്നാൽ നേരം മറിച്ച് നമ്മൾ വെള്ളത്തിലൂടെ നമ്മൾ ഓടാൻ പറഞ്ഞാലോ, വെള്ളത്തിൽ നമുക്ക് അത്ര സ്പീഡിൽ ഓടാൻ കഴിയില്ല, അപ്പൊ സ്പീഡ് ഒന്ന് കുറയും. ഇവിടെ പ്രകാശത്തിന് വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.25 × 10⁸ 2.25 × 10⁸ 8 മീറ്റർ പെർ സെക്കൻഡ്. എന്നാലും കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സ്പീഡൊക്കെ ഉണ്ട്. അടുത്തതോ ഗ്ലാസ്സിലൂടെയാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും വരിക, 2 × 10⁸. അപ്പൊ വീണ്ടും എന്തായി, സ്പീഡ് കുറഞ്ഞു അല്ലെ, വീണ്ടും സ്പീഡ് കുറഞ്ഞു. അടുത്തതോ ഡയമണ്ട്, ഒന്നുകൂടി കട്ടി കൂടിയ സാധന, ഗ്ലാസിനേക്കാൾ ഒന്നുകൂടി കട്ടി കൂടിയതാ, ഡെൻസർ കൂടിയതാ, അതിനെ വിളിക്കുന്ന പേര് ഡയമണ്ട്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, 1.25 × 10⁸ 8 എന്നുള്ളതാണ്. ഒരു മീറ്ററിൽ അത്രയും ദൂരം ആ ലൈറ്റിന് എന്താകാൻ കഴിയും, സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനം ഇമ്പോർട്ടന്റ് ആണ്, ശരിക്കും പഠിക്കുക, നിർബന്ധമാണ് കേട്ടോ. അപ്പൊ വേഗത, അപ്പൊ നമുക്കൊരു 2 കാര്യങ്ങളൊക്കെ പഠിച്ചത്. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം എന്താണ്, പ്രകാശം ഒരു മീഡിയത്തിലൂടെ, ഒരു മാധ്യമത്തിലൂടെ ഇങ്ങനെ പോയിട്ട് മറ്റൊരു മാധ്യമത്തിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കണം, അതിന് ഒരു ഡീവിയേഷൻ, ഒരു വ്യതിയാനം സംഭവിക്കുന്നു. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ പഠിച്ചത്? രണ്ടാമതൊരു കാര്യം നമ്മൾ പഠിച്ചത് അങ്ങനെ വ്യതിയാനം സംഭവിക്കാനുള്ള കാരണം എന്ത് എന്നുള്ളതാ പഠിച്ചത്. എന്താണ് കാരണം? ഓക്കെ, അതായത് ലൈറ്റിന്റെ സ്പീഡ്, ലൈറ്റിന്റെ വേഗത ഓരോ മീഡിയത്തിലും വ്യത്യസ്തമാണ്. അതന്നെ കാരണം. അതായത് വായുവിലൂടെ പോകുന്ന അതേ സ്പീഡിൽ ജലത്തിലൂടെ പോകാൻ കഴിയൂല. അത് കാരണമാണ് അവിടെ എന്തുണ്ടാകുന്നത്, ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്നത് എന്നാ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗം, ഇതിപ്പോ ജസ്റ്റ് ഒരു ചിത്രം വെച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇത് അതായത് ഒരു ലൈറ്റ് എന്താ, ഒരു വാഹനം ഇങ്ങനെ വരുന്നു, നല്ല മിനുസുള്ള റോഡാണ്, പെട്ടെന്ന് അതൊരു പരുപരുത്ത റോട്ടിലേക്ക് കയറുമ്പോൾ
ശരിക്കും അത് എങ്ങനെ പോകേണ്ടത്, ശരിക്കും അത് ഇങ്ങനെ ഇങ്ങോട്ടാ പോകേണ്ടത്, പക്ഷെ എന്തുണ്ടായി, ഒരു ഡീവിയേഷൻ ഉണ്ടായി എന്നുള്ളതാ പറയുന്നത്. അപ്പൊ നോക്കിയാൽ അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയത്. അപ്പൊ രണ്ടിന്റെയും വേഗത വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ഡയറക്ഷനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ ടെക്സ്റ്റിലുള്ള ചിത്രം ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ പുതിയ ഒരു സാധനം പഠിക്കുകയാണ്, പുതിയൊരു ടേം പഠിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തിരുന്നത് കേട്ടോ. ഈ ഒരു ടേമിന്റെ കാര്യം കൂടിയാണ് കഴിഞ്ഞ ക്ലാസ് എടുത്തിരുന്നത്. എന്താണ് ഈ ടേമിൽ പഠിക്കുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. പുതിയ വാക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്ന ഒരു പുതിയ ഭാഗം. എളുപ്പമാണ്, വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ശരിക്കും നോക്കുക. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. വളരെ ഈസി ആയിട്ട് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോ ഇത് വായു ആണെന്ന് കരുതിക്കും. വായു, ഇത് ഈ വരുന്നത് ഒരു മനുഷ്യനൊന്നല്ല കേട്ടോ, ഇതൊരു ലൈറ്റ് ആണ്. ലൈറ്റിനെ ഞാൻ അങ്ങനെ ചിത്രീകരിച്ചു എന്ന് മാത്രം. ഈ ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്യണത് ഒരു പ്രത്യേക വേഗതയിലാണ്. ആ വേഗത എത്രയെന്ന് ഓർമ്മയില്ലേ, 3 × 10⁸. അങ്ങനെ ഞാനിത് മാറ്റി, ഇവിടുത്തെ ഈ വായുവിനെ ഞാൻ മാറ്റി. വായുവിനെ മാറ്റിയിട്ട് ഞാനിവിടെ എന്താക്കിയെന്ന് അറിയാം, ഇപ്പൊ ഇത് ഫുള്ള് വെള്ളമാണ്, വാട്ടറാണ്, ജലമാണ്. അപ്പൊ ഇതിന്റെ ഈ ലൈറ്റ് ഇങ്ങനെ വരുന്നതിന്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞില്ലേ. അപ്പൊ അതിനെ ആരാണ് അങ്ങനെ തടഞ്ഞു നിർത്തിയത്, ആരുടെ കഴിവാണ്? അതായത് അത്രയും വലിയ സ്പീഡിൽ ഓടിയിരുന്ന ഈ ലൈറ്റിനെ ഒന്ന് തടഞ്ഞു നിർത്തി, അല്ലെ, ഇൻഫ്ലുവൻസ് ചെയ്തു, സ്പീഡ് കുറച്ചു. അങ്ങനെ സ്പീഡ് കുറച്ചത് ഇപ്പൊ ആരാണ്? ഈ മീഡിയ ആണ്, ഈ മാധ്യമമാണ്. ശരിയല്ലേ? ഈ മാധ്യമത്തിന് ഒരു കഴിവുണ്ട്. എന്താ? വെള്ളമാകുന്ന ഈ മാധ്യമത്തിന് കുറച്ച് സ്പീഡ് മറ്റേതിനേക്കാൾ കുറക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഇത് വെള്ളത്തിലൂടെ അതിങ്ങനെ ഒഴുകുന്ന ഒരു സ്പീഡ് ഉണ്ട് അല്ലെ. അതിന് ഞാൻ വെള്ളത്തിന് ശേഷം പിന്നെ ഞാൻ എന്ത് കൊണ്ടുവരാന്നറിയോ? വെള്ളത്തിന് ശേഷം ഞാനിതാ ഇവിടേക്ക് ഗ്ലാസ് കൊടുന്ന് വെച്ചു. ചില്ല് കൂടെയാണ് ഇത് ഓടുന്നത് എന്നുണ്ടെങ്കിൽ, ലൈറ്റ് ചില്ലിലൂടെയാണ് പ്രവേശിക്കുന്നത് എങ്കിൽ അതിനേക്കാൾ സ്പീഡ് കുറയൂലേ? കുറയും. അപ്പൊ ആ സ്പീഡ് കുറക്കാൻ, ഇതിങ്ങനെ പിടിച്ചു നിർത്താൻ, ആ വേഗതയെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? മാധ്യമങ്ങൾക്കുണ്ട്. ഇനി ഇതിന് പകരം ഞാൻ എന്ത് കൊണ്ടുവരാണ്? ഒരു വജ്രം കൊടുന്നു എന്ന് എഴുതിക്കോ, ഡയമണ്ട് കൊടുന്നു എന്ന് എഴുതിക്കോ. അപ്പൊ വീണ്ടും സ്പീഡ് കുറഞ്ഞു. അപ്പൊ ഡയമണ്ടിന് സ്പീഡിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടുതലാണ്. ശരിയല്ലേ? കാരണം ഇത് നല്ല കട്ടിയിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. ചില്ലിനേക്കാൾ കട്ടിയുള്ളതാണ് ആര്? ഡയമണ്ട് പറഞ്ഞാൽ. അപ്പൊ ഇതിനെന്താണ്? ഇതിനെ പിടിച്ചു നിർത്താനുള്ള, വേഗതയെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കഴിവ് കൂടുതലാണ്. അങ്ങനെ വേഗതയെ കൺട്രോൾ, ലൈറ്റിന്റെ പ്രകാശത്തിന്റെ വേഗതയെ കൺട്രോൾ ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് നിർത്താനുള്ള ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ടേം ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം പോലത്തെ ഒരു സംഭവം ചെയ്യാണ്ട്. ഇത് കൂടെ ലൈറ്റിന് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയില്ല. ഇത് വായുവാണ്, പെട്ടെന്ന് കടന്നു പോകാൻ കഴിയില്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒപ്റ്റിക്കലി റയറർ മീഡിയം എന്ന് വിളിക്കാം. അതായത് പ്രകാശക സാന്ദ്രത കുറഞ്ഞ മാധ്യമം. കണ്ടോ? പ്രകാശക സാന്ദ്രത കുറവായി കൂടെ വേഗം ഓടി പോകാൻ പറ്റും. എന്നതോ ഇതിനെ വെച്ചിട്ട് പ്രകാശക സാന്ദ്രത എന്താണ്? കുറച്ച് കൂടുതലാണ്. അതായത് ഡെൻസർ മീഡിയ ആണിത്. ഇതോ അതിനേക്കാൾ വലിയ ഡെൻസർ മീഡിയ ആണ്. എന്നാൽ ഇതോ അതിനേക്കാൾ കൂടുതൽ ഡെൻസർ മീഡിയ ആണ്. ശരിയല്ലേ? അപ്പൊ റയറർ മീഡിയം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ലൈറ്റിന് കടന്നു പോകാൻ പറ്റുന്നത്, അതായത് സാന്ദ്രത കുറഞ്ഞത്. എന്നാലോ സാന്ദ്രത കൂടിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ലൈറ്റിന് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മാധ്യമങ്ങൾ. ഇത് നമുക്കൊന്ന് ഓർഡർ ആക്കി നോക്കാം. ഇനി പ്രകാശക സാന്ദ്രതയുടെ ഓർഡറിൽ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. വായു പ്രകാശക സാന്ദ്രത കുറവാണ് അല്ലെ. അതിൽ കൂടെ എന്താകാൻ പറ്റും? സ്പീഡിൽ ലൈറ്റിന് പോകാൻ കഴിയും. അടുത്തത് ആരാണ് ഇവിടെ വരിക? വാട്ടർ, അതായത് ജലം ആണ് വരിക. ശരിയല്ലേ? വെള്ളത്തിന് പ്രകാശക സാന്ദ്രത മറ്റേനേക്കാൾ കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് കുറച്ച് കൂടുതലാണ്. അതിനുശേഷം പിന്നീടാണ് ആര് വരുന്നത്? ഗ്ലാസ് വരുന്നത് അല്ലെ. ഗ്ലാസ് വരുമ്പോൾ അതെന്താ സംഭവിക്കുന്നത്? ഗ്ലാസ് ആകുമ്പോൾ ഒന്നും കൂടിയും ശക്തിയിൽ ലൈറ്റിന്റെ വേഗതയെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. അതാണ് എന്ത്? ഗ്ലാസ്. അപ്പൊ അതിന്റെ ഇത് കുറച്ചും കൂടിയും എന്താണ്? കൂടുതലാണ്. എന്നാൽ വജ്രം ആകുമ്പോഴോ ഡയമണ്ട് ആകുമ്പോഴോ അതിനേക്കാളൊക്കെ എന്താണ്? കൂടുതലാണ് അല്ലെ. പ്രകാശക സാന്ദ്രത ഡെൻസർ മീഡിയ ആണ്. പ്രകാശക സാന്ദ്രത കൂടുതലാണ് എന്നുള്ളത് എന്താവുക? മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതറിയുന്ന ആളുകൾക്ക് അടുത്ത ഭാഗം പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ.